ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യേകതകളാണ്. എൻ്റെ ഫാദറിൻ്റെ പ്രത്യേകത മറ്റൊരാൾക്ക് പറഞ്ഞാൽ എനിക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ പ്രത്യേകത അദ്ദേഹത്തിന് മാത്രമുള്ളതാണ്. എൻ്റെ ഫാദർ അദ്ദേഹത്തിൻ്റെ രീതി ഐഡൻറ്റിക്കലാണ്, എന്താ പറയുക, യുണീക്കാണ്. ഓരോ വ്യക്തികളും ഓരോ രീതികളാണ്. അതിനകത്ത് ഇപ്പം നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ലീഡേഴ്സും അവരുടെ രീതിയിൽ പ്രവർത്തിക്കും. അതാണ് ഞാൻ കാണുന്നത്. അദ്ദേഹമായിട്ടുള്ള ഒരു സംഭാഷണം, പ്രത്യേകിച്ച് MLA ആയതിനു ശേഷം എന്തിനെ പറ്റിയായിരുന്നു? അല്ല, ഞാൻ അദ്ദേഹത്തെ ഏറ്റവും അവസാനം കണ്ടത് എൻ്റെ പിതാവ് വളരെയധികം അവസാന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ ഡെത്ത് ബെഡിൽ പോലും വി മുരളീധരനോടും ശ്രീ യൂസഫലിയോടൊക്കെ പറഞ്ഞത് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ കുട്ടിയുടെ മോചനത്തെ പറ്റി. അദ്ദേഹം ഡെത്ത് ബെഡിൽ കിടക്കുമ്പോൾ അവസാനം ഞാനത് മുഖ്യമന്ത്രിയെ കണ്ട് ഞാൻ സംസാരിച്ചതും ഈ നിമിഷപ്രിയയുടെ ഒരു മാറ്ററാണ്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തെഴുതണം എന്ന് ഞാൻ ആവശ്യപ്പെടാനാണ് അദ്ദേഹത്തെ പോയി കണ്ടത്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും, കത്തയക്കുകയും ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ അപ്രോച്ച് ചെയ്യാൻ അദ്ദേഹം അച്ഛനെ പോലെ തന്നെ എളുപ്പമുള്ള ഒരാളായിട്ടാണോ ഒരു MLA എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുള്ളത്? അല്ല, അതെനിക്കിപ്പം ഓരോരുത്തരെ ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. എനിക്കിപ്പം അദ്ദേഹത്തിൻ്റെ കാര്യം വേറൊരാളുടെ കാര്യം പറയാൻ പറ്റത്തില്ല. ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും ഞാൻ പോയി കണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്. സ്വാഭാവികമായിട്ട് MLA എന്ന നിലയ്ക്ക് നിയമസഭയിലൊക്കെ വെച്ച് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും. ഒരു ദിവസം ഒരു കത്തുകളും ലഭിക്കാതിരുന്നപ്പോൾ മക്കളൊക്കെ കൂടി ഒരു കത്തെഴുതി അച്ഛന് കൊടുത്തു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ആളുകളായി ചുറ്റപ്പെട്ട് നിൽക്കാൻ തന്നെയായിരുന്നു സാർ ഏറ്റവും അധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്? കുഞ്ഞു അങ്ങനെ മാത്രമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. പിന്നെ അത് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കും എല്ലാ ആ ഒരു രീതിയിലോട്ടും അങ്ങോട്ട് മാറി. ഞങ്ങൾ ആളില്ലാതിരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. വർഷങ്ങൾ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പിന്തുടർച്ച എന്നുള്ള രീതിയിലൊക്കെ മുഖ്യമന്ത്രി ആവുന്നത് ചാണ്ടി ഉമ്മനായിരിക്കും അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആളുകൾ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുക? ഞാൻ ഈ MLA ആയിട്ട് തന്നെ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയും അതുപോലെ ആൾക്കാരെ കാണുന്നു, ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പോലും ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ള എക്സ്പെക്റ്റേഷൻസ്. കാരണം ആൾക്കാർ അപ്പയ പ്രതീക്ഷ തന്നെ വിളിക്കുമ്പോൾ എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റാത്തൊരു സാഹചര്യം. അതുപോലെ ചില ഉത്തരവാദിത്തങ്ങൾ, സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ എക്സ്പെക്റ്റേഷൻ പൂർത്തിയാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പം ഇത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കി. എനിക്ക് MLA ആകാൻ പറ്റിയതും ജനങ്ങളെ സേവിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. ബാക്കിയൊന്നും ഞാനതൊന്നും ചിന്തിക്കാറില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് ചികിത്സാ വിവാദമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മക്കളോട് എന്താ പറഞ്ഞിരുന്നത്? ചുറ്റുമുള്ള കാര്യങ്ങളെ, കോലാഹലങ്ങളെ പറ്റി നിങ്ങൾ ബോധവാന്മാരുണ്ട്, എനിക്കറിയാമല്ലോ സത്യങ്ങളൊക്കെ, അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? അല്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ കുഞ്ഞിനെ എപ്പോഴും അതൊരു കുടുംബം ഇങ്ങനെ ദുഃഖിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ദുഃഖിതനായിരുന്നു. ചെറുതെ ആവശ്യമില്ലാതെ വിവാദമൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉയർത്തിയവരോട് ചൊല്ലി അദ്ദേഹത്തിന് ഒരു ദുഃഖം മനസ്സിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ അവരൊക്കെ സംസാരിക്കുന്നല്ലോ എന്ന്. എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ ചോയ്സാണ്. മാത്രമല്ല, ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ലോകത്തുള്ളതെന്ന് പറഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം വിദേശത്ത് ഞാൻ കഴിഞ്ഞ വർഷം UK പോയപ്പോൾ ഞാൻ ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് ഒരു ഷോപ്പിൽ കയറി. ബേസിക്കലി മെഡിസിൻസും കാര്യങ്ങളൊക്കെ മൊത്തം ഇന്ത്യൻ സ്റ്റഫാണ്. അശ്വഗന്ധ, ടെർമറിക് അടക്കമുള്ള സാധനങ്ങൾ ആ ഷോപ്പ് ഫില്ല് ചെയ്തിരിക്കുന്നു. നിങ്ങൾ അവിടെ ചെന്നാൽ, ലണ്ടനിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോർ H&B എന്ന് കണ്ടാൽ തോന്നുന്നു എൻ്റെ പേര്. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറുകളിലൊന്നാണ്. മൊത്തം അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഇന്ത്യൻ സാധനങ്ങളും ടെർമറിക് അടക്കമുള്ള കാര്യങ്ങളാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടും കൊടുക്കുന്നതും ഉപയോഗിക്കുന്നതും. അതുകൊണ്ട് ഈ ഇല്ലാത്തൊരു വിവാദം ഉണ്ടാക്കിയെടുക്കുക, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ അതിനെ കാണുന്നു. ഉമ്മൻചാണ്ടി തൊണ്ടയ്ക്ക് മാത്രമേ പ്രശ്നമുണ്ടായിരുന്നു. ഓർമ്മയ്ക്കോ ബുദ്ധിക്കോ ഇറ്റ് വാസ് വെരി ഷാർപ്പ്. അപ്പോൾ അദ്ദേഹം പലപ്പോഴും നിമിഷം വെച്ചാലും പറഞ്ഞിട്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അല്ല, ഉമ്മൻചാണ്ടിയില്ലേ തീരുമാനിക്കുന്നത്? 2019 നവംബർ 19 ആണെന്ന് തോന്നുന്നു. RCC പറഞ്ഞിട്ട് തീരുമാനിച്ച ഈ പ്രശ്നം വെച്ചിട്ട്. അപ്പോഴത്തെ പുള്ളിക്കകത്തൊരു ഡെങ്കുപ്പനി വന്നു. ഭയങ്കര ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞു. അപ്പോഴത്തെ കൗണ്ട് നോർമലാകാതെ ഇവർ ചെയ്യത്തില്ല. അതിലൊക്കെ നമ്മൾ ജർമ്മനിയിൽ പോയി ഇതെല്ലാം കഴിച്ചു വന്നപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയുർവേദ ചികിത്സ അത് പൂർണ്ണമായിട്ട് 2019 ഡിസംബർ 22 തോന്നുന്നു ഈ റിസൾട്ട് വരുന്നത്. എന്നിട്ട് അത് പേപ്പറിലൊക്കെ വന്നിരുന്നു. അന്ന് പോകാൻ ഞങ്ങൾ വെള്ളിക്കാതെ കുഞ്ഞും വെള്ളിക്കായിരുന്നു.
അപ്പോൾ ഈ ഒരു ഡെങ്കിപ്പനി വന്നുകൊണ്ടല്ലേ അന്നങ്ങനെ മാറിപ്പോയത്. അതെ അതെ അപ്പോൾ ഉമ്മൻചാണ്ടി ഞങ്ങൾ തയ്യാറായിരുന്നു ഇംഗ്ലീഷ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. അങ്ങനെ ഒരുപാട് ആരോപണങ്ങളൊക്കെ വെറുതെ പറയാം. ഉമ്മൻചാണ്ടിയുടെ രീതിയിൽ ഉമ്മൻചാണ്ടി എല്ലാവരും ക്ഷമിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഒരു പടി കൂട്ടി പറയാനുള്ളത് അവർ സ്വാഗതം ചെയ്യുന്നു. അവർ നമ്മളെ ഈ കഷ്ടാനുഭവിച്ചാണ് സഹനം പഠിപ്പിക്കുന്നു. എൻ്റെ എന്നെ ക്ഷമിക്കാൻ എന്നെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നു. ഞാൻ ഈ സഹനത്തിൽ കൂടെ കടന്നു പോകുന്നുള്ളത് ദൈവനിശ്ചയമാണ്. തലമുടി നഴി പോലെ എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം അവരെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഉപയോഗിക്കുന്നതും എനിക്ക് അവരോട് നന്ദിയേ ഉള്ളൂ. അവർ കുറച്ചുകൂടെ പറയട്ടെ. അപ്പോൾ നമുക്കുള്ള സഹനത്തിൻ്റെ ശക്തി കുറച്ചുകൂടെ കൂട്ടാം. വലിയ മനസ്സാണ്. 2005 അമൃത എക്സ്പ്രസ് തുടങ്ങിയത്. അന്ന് ഞാനുവേണ്ട സത്യത്തിൽ കുറച്ച് കൊച്ചാ. എന്നാ മോൻ പറഞ്ഞാണ് അമ്മ ഇങ്ങനെ ഒരുങ്ങി പോരുത്. ഞാൻ മുല്ലപ്പൂ പോയിട്ട് പിന്നെ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആയിരുന്നു. ഉമ്മൻചാണ്ടിയെ പിടിച്ച് ഞാൻ കൊണ്ടുപോയതാണ്. എനിക്ക് പിന്നെ ഒത്തിരി പ്രാവശ്യം ഞാൻ ക്ഷമ വെച്ചിട്ടുണ്ട്. ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ. യോഗ്യം അങ്ങനൊന്നും പറയില്ല. അന്ന് 2005 തുടങ്ങിയതാണ്. 2006 എങ്ങാണ്ട് ഈ വിവാദം തുടങ്ങിയത്. അത് പിന്നെ ഇങ്ങനെ ഓരോ സീരീസായിട്ട് ഓരോ വിവാദങ്ങളിങ്ങനെ വന്നു അതെല്ലാം പാകത്തുക തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ, അതെല്ലാം ആരും നമ്മൾ റിയാക്ട് ചെയ്ത് സഹനം പഠിച്ചു. പിന്നെ എനിക്ക് ചാണ്ടിമോനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അഭിമാനം തോന്നിയ ഒരു നിമിഷം, കുഞ്ഞ് മരിച്ച് കുഞ്ഞിൻ്റെ ബോഡി കണ്ടപ്പോൾ ഒരു ഫിലിം സ്റ്റാർ കുഞ്ഞിനായിട്ട് എന്തൊക്കെ മോശമായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ വേദനയിടയിലും പ്രാർത്ഥിച്ചു, ദൈവമേ മോനെ കുഞ്ഞിനെ പോലെ തന്നെ ക്ഷമിക്കാൻ മനസ്സ് കൊടുക്കണേ. ഞാൻ വേദനയിടയിലും ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അതുപോലെ തന്നെ മോൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് കേസ്. അത് എനിക്ക് ഒത്തിരി അഭിമാനം. മോനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കത് വലിയ സന്തോഷം അഭിമാനമുണ്ട്. മോൻ അതുപോലെ തന്നെ ക്ഷമിക്കാനൊരു മനസ്സ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരും അങ്ങനെ ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നില്ല. അതിലെനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ദൈവത്തിനോട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഇൻ്റർവ്യൂ അതിന് കാരണം അല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ, മോനോട് പറഞ്ഞിട്ടില്ല. പറയാൻ നേരം കിട്ടണ്ടേ. ഉമ്മൻചാണ്ടിയാണ്ട് 10 സെക്കൻഡെങ്കിലും സംസാരിക്കുന്നത്, അതും ഇല്ലല്ലോ. ആ കാര്യം അറിയുന്നതും ഒക്കെ മാധ്യമങ്ങളിൽ ലൈവായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞോ? ആണോ? ഞാൻ അറിഞ്ഞില്ല. അതൊക്കെ ലൈവായിട്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുപോലും. ഞാൻ ഇവര് രാവിലെ വന്ന് പറഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ വിവാദങ്ങളെന്നല്ലേ നമുക്ക് ഇതിനിടെ അദ്ദേഹം മരിച്ചിരിക്കുന്ന വിഷമത്തിന് ഇത് കേൾക്കാൻ ഇവിടെ സമയം. നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇവർ വന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ കാര്യം ഉണ്ടായെന്ന് പോലും പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത്രയും കൊടുക്കുന്നുള്ളൂ വാല്യൂ. പക്ഷെ അത് ഏറ്റവും പക്വവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തോട് നീതിപുലർത്തുകയും ചെയ്യുന്ന ആ ഒരു പ്രതികരണമായിരുന്നു എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിന് കുഞ്ഞൂഞ്ഞിന് ഇഷ്ടം കഞ്ഞിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റപ്പ് ഒക്കെ വന്നിരുന്നു. മകനും അങ്ങനെയുള്ള ഭക്ഷണം ഇഷ്ടം. കഞ്ഞിയും പയറും മോന് ഇഷ്ടം, കൊച്ചുമോനും ഇഷ്ടം. മോന് കഞ്ഞിയും പയറും തലമുറകളായിട്ട് ഇതിങ്ങനെ. ദൈവവിശ്വാസം എങ്ങനെയാണ്? ദൈവത്തിലല്ലേ വിശ്വാസമുള്ളൂ, വേറെ വിശ്വാസം. പള്ളിപ്പോക്ക് അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള പ്രാർത്ഥന, അതിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്താറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പ്രത്യേകിച്ച് കഷ്ടാനുഭവിച്ചാൽ മിക്കവാറും ഈ പള്ളി റെഗുലറാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് തിരക്കുകൾ കാരണം ഈ സിനിമ, പുസ്തക വായന, അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ചാണ്ടിയുമ്മൻ എങ്ങനെയാണ് സിനിമ കാണാനും അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാനും സമയം? ഇടയ്ക്കും പ്രത്യേകമൊക്കെ സിനിമ കാണാറുണ്ട്, പുസ്തകം വായിക്കാറുണ്ട്. പക്ഷെ അതും ഇതേപോലെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ യാത്രകൾ കൂടുതലാണ്. യാത്രകൾ കൂടുതലാകുമ്പം നമുക്ക് ചില പരിമിതികളുണ്ട്. എങ്കിലും ആ സമയത്ത് ബുക്ക് വായിക്കാൻ ശ്രമിക്കും. പിന്നെ ഇപ്പം സിനിമ കാണാൻ ഇപ്പം ആപ്സ് ഉണ്ടല്ലോ. ഏറ്റവും അവസാനം കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണ്? ഷാവ നല്ല പടം. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഒരു കോൺസെപ്റ്റും തീർച്ചയായിട്ടും ഈ രാജ്യത്തിനുള്ള സ്നേഹമൊക്കെ കാണിക്കുന്നത് ഭയങ്കരമായിട്ടാണ്. പക്ഷെ അതിനെതിരെ വന്ന വിമർശനങ്ങളും ഉണ്ടായിരുന്നല്ലോ. ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ സിനിമ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, അതിൻ്റെ വിമർശനം ഞാൻ കണ്ടില്ല. ഈ സിനിമയിൽ വരുന്ന കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുകയും അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയ സ്വഭാവം കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്ത് വന്നിട്ടുണ്ട്, പെമ്പുരാനിലൊക്കെ ഉൾപ്പെടെ. ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അല്ലെങ്കിൽ ഇതിനൊക്കെ ആ പ്രാധാന്യം കൊടുക്കാറുണ്ടോ ചാണ്ടിയമ്മൻ എന്നുള്ള രാഷ്ട്രീയക്കാർ? ഇപ്പം നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യം. ഇപ്പോൾ സിനിമ അവരുടെ ഇഷ്ടത്തിന് അവർ എടുക്കുന്നു, അവരുടെ വ്യൂ പോയിന്റ്, അതിനെല്ലാത്തിനും നമ്മൾ പുറകെ പോകേണ്ട കാര്യമില്ല. പക്ഷെ സിനിമയായിരിക്കണം. സിനിമയും ഫിക്ഷനും കൂടെ ഹിസ്റ്ററിയും കൂടെ കൂട്ടിക്കലർത്തുന്ന എനിക്കൊരു അഭിപ്രായമുണ്ട്. ഹിസ്റ്ററി ആയിട്ടും ഫിക്ഷനുമായിട്ടും പോകണം. അതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അവരുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. ഏതൊരു ഫിലിമും എങ്ങനെ വേണമെങ്കിൽ എടുക്കാൻ, അത് ഏത് സിനിമയാണെങ്കിലും എടുക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ആൾക്കാരും അവെയർ ആവുന്നത് അങ്ങനത്തെ ഫിലിംസ് വരുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങളെക്കുറിച്ചും. അതുകൊണ്ട് ഹിസ്റ്റോറിക്കൽ ഫിലിംസിന് വളരെ പ്രാധാന്യമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ബാബ സാഹേബ് അംബേദ്കറാണ്. ഹിസ്റ്റോറിക്കലായിട്ട് വെച്ച് നോക്കുമ്പോൾ എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം
ഇത്രയും ഡിഗ്രി എടുക്കാനുള്ള കാരണം തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ ഒരു ഫിലിം കണ്ടുകൊണ്ട് ഒരു ഡിഗ്രി കൂടെ എടുക്കണമെന്ന് തോന്നി. എനിക്ക് പിന്നെ എടുക്കണമെന്നുണ്ട് ആഗ്രഹം. കാരണം അംബേദ്കറിനെ പോലെ ഒരാളുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ അത് വരച്ചു കാണിച്ചിരിക്കുകയാണ്. അത് മമ്മൂട്ടിയുടെ ഒരു കാര്യം. അപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടൊരു ഫിലിം എടുക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഇമ്പാക്റ്റും നമുക്കുണ്ടാവും. അതും പ്രത്യേകിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള ഫിലിംസൊക്കെ എടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്.